നമ്മൾ പലരും ബിസി ഷെഡ്യൂൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. നമ്മളുടെ ആ ബിസി ഷെഡ്യൂളിലും നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ട്. അപ്പോൾ കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ദന്ത സംരക്ഷണത്തിൽ മെയിനായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫേഷ്യൽ അസിമെട്രീസ് അത് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കാണാതെ പോകും. അപ്പോൾ അത് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അത് എത്ര വയസ്സ് മുതലാണ് ഒരു ഓർത്തോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ഇതിൻ്റെ കൺസൾട്ടേഷൻ ചെയ്യേണ്ടത്? ഹായ്, ഐ ആം ഡോക്ടർ ജിതേഷ് കേശവൻ, കൺസൾട്ടൻറ്റ് ഓർത്തോഡോണ്ടിസ്റ്റ്. നമ്മൾ 7 വയസ്സ് മുതലാണ് ഒരു കൺസൾട്ടേഷൻ തുടങ്ങേണ്ട ഒരു മിനിമം ഏജ്. ഏറ്റവും നല്ല ഏജ് 7 വയസ്സാണ്. 7 വയസ്സ് മുതൽ തുടങ്ങിയാൽ നമുക്ക് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് അത് ശ്രദ്ധിക്കാൻ പറ്റുക. ഒന്ന് പല്ലിൻ്റെ കാര്യങ്ങൾ, ഒന്ന് സ്കെലിറ്റൽ എല്ലിൻ്റെ കാര്യങ്ങൾ കൂടി നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വളരുന്ന പ്രായമാണ് ഒരു 7 to മാക്സിമം ഒരു 12 ഇയേഴ്സ് വരെയൊക്കെ നമുക്ക് മൗൾഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ കുറേ അപ്ലയൻസസ്, ഓർത്തോപീഡിക് അപ്ലയൻസസ്, മയോ ഫങ്ഷണൽ അപ്ലയൻസസ്, അങ്ങനെ പറഞ്ഞാൽ വായിലിടുന്ന കുറച്ച് പ്ലേറ്റുകളുണ്ട്, അത് തലയിലിടുന്ന ബെൽറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലിലുണ്ടാകുന്ന വലിപ്പക്കുറവും കൂടുതലൊക്കെ നമുക്ക് ശരിയാക്കാൻ സാധിക്കും. പിന്നെയുള്ളത് പല്ലിൻ്റെ കാര്യം. ചില കുട്ടികൾക്ക് പല്ല് വരുമ്പോൾ 7 വയസ്സ് ആ ഒരു സമയത്ത് പല്ല് കാണുമ്പോൾ 2 ഗ്യാപ്പ്, വലിയ പല്ല്, അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് കുറേ വിഷമങ്ങളുണ്ടാവും. അങ്ങനെ വിഷമമുള്ളവർക്ക് നമുക്ക് അത് മാത്രം ലെവൽ ചെയ്തിട്ട് ആ പ്രോബ്ലങ്ങൾ തീർക്കാൻ പറ്റും. പിന്നെ നിര തെറ്റിയ പല്ലുകൾക്കുള്ള കുട്ടികൾക്ക് ബ്രഷിങ് കറക്റ്റായിട്ട് പറ്റാത്തത് കൊണ്ട് അവിടെ കേടുകളൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. നമുക്കപ്പോൾ അതൊക്കെ നേരത്തെ ലെവലാക്കി എടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ കേട് വരുന്നത് കുട്ടികളുടെ കടിച്ചിട്ട് കറക്റ്റായിട്ട് ബൈറ്റ് ചെയ്ത് ചൂവ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് ഫുഡുകളൊക്കെ നമുക്ക് ചവച്ചരച്ച് കഴിക്കാനും പറ്റും. നമ്മൾ എല്ലിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പല്ലിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് ഒന്നാമത്തത് നിര തെറ്റിയ പല്ലുകൾ, രണ്ടാമത്തത് കടി ചെരിഞ്ഞു പോവുക. അപ്പോൾ നിര തെറ്റിയ പല്ലുകളുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ കുട്ടിയൊക്കെ കറക്റ്റായി പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെയൊക്കെ കേട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒന്നുകിൽ ഫുള്ളായിട്ട് ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്ത് ഫുൾ പല്ലുകളൊക്കെ വന്നതിന് ശേഷം ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ മാത്രം, ഒരു 6 പല്ലാണെങ്കിൽ 6 പല്ല് മാത്രം നമുക്ക് ലെവൽ ചെയ്തെടുത്ത് ആ കേട് വരുന്നതൊക്കെ കുട്ടിക്ക് ബ്രഷ് ചെയ്യാൻ ഉള്ള ആ ബുദ്ധിമുട്ടൊക്കെ മാറ്റി കൊടുത്താൽ നല്ല വൃത്തി അവർക്ക് പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റും. പിന്നെ ആ കടി തെറ്റിയത് കൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ട് ചവക്കാനൊന്നും പറ്റാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലിൻ്റെ വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ആ ബൈറ്റ് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് അവർക്ക് ചവക്കാനുള്ള ഒരു ബൈറ്റ് കറക്റ്റാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. 7 വയസ്സ് മുതൽ തന്നെ നമ്മളൊരു ഓർത്തോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണിച്ച് കുട്ടികളുടെ ഫേഷ്യൽ അസിമെട്രി അല്ലെങ്കിൽ ദന്ത ക്രമീകരണം നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളാക്കാൻ പറ്റും. കൂടാതെ തന്നെ അവരുടെ ഓറൽ ഫങ്ഷൻസ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾക്കും കാര്യങ്ങളും അറിയുവാനുമായി ഫോളോ ചെയ്യുക.